ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 1017 ആൾക്കാർ ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി സബ് ചെയ്ത് തന്ന, എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഒരുപാട് താങ്ക്സ്. പിന്നെ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നാളുണ്ടാക്കിയൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടായില്ലേ, അതല്ല, ചെമ്മീൻ്റെ തന്നെ ഒരു മറ്റൊരു രീതിയിൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കാണാം. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് സാധാരണ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. കാരണം എന്താ പറയുക, മെയിനായിട്ട് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ അതിൽ വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കിപ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാകണമെന്നില്ല. നമ്മളെല്ലാവരും എല്ലാ സാധനങ്ങളും എപ്പോഴും സേവ് ചെയ്ത് വെച്ച ആൾക്കാരായിരിക്കണം എന്നില്ല. അതുപോലെ തന്നെയാണ് ഞാനും. എൻ്റെ അടുത്ത് ഞാനങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി വെക്കുന്ന ആളൊന്നല്ല. നമ്മളിപ്പോൾ എപ്പോഴും ബിരിയാണിയിൽ കാണുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. വേണം എനിക്കത് മുന്നേ വാങ്ങിയൊക്കെ വെക്കായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മളിപ്പം ഇതൊരു ഫങ്ഷനൊന്നും വേണ്ടിയല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള നമുക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടില്ലേ. അപ്പം ഒരുപാട് ഓയിലിയും ആക്കണ്ട, പിന്നെ ഒരുപാട് അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കുറച്ചാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അതൊക്കെ ഓപ്ഷണൽ അല്ലേ. പിന്നെ അതൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയിൽ അതൊക്കെ ആവശ്യമുണ്ട്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. അതിട്ടിട്ടുണ്ടാക്കിയാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇല്ലാത്തതിനും ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. പശു നെയ്യ് അതുപോലെ ഒരുപാട് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെ ഒരുപാട് പശു നെയ്യൊന്നും ഉപയോഗിച്ചിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് നമ്മൾ ഓയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് പല പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എപ്പോഴും അധികം ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാർക്ക് അത് ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് എന്താ പറയുക, പറ്റുന്നത് പോലെ ഞാൻ നല്ല നല്ല വീഡിയോസുകൾ ഇനിയും ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ആദ്യം നമുക്ക് അരി വേവിക്കാൻ വേണ്ടി വെക്കാം. അരി വേവിക്കാൻ കുക്കറിലാണ് ഞാൻ അരി വെക്കുന്നത്. കുക്കർ ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഈ എണ്ണയിൽ കുറച്ച് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. എന്താ നല്ല നേരിങ്ങനെ മുറിച്ചിട്ട് വെച്ച ഈ ഉള്ളി നമുക്കൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് പശു നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റി വെക്കാം. ഈ ഉള്ളി നമുക്ക് ബിരിയാണി റെഡി ആയി കഴിഞ്ഞാൽ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം. കുറച്ച് നമുക്ക് ചെമ്മീൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. നമുക്ക് കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിൽ തന്നെയാണ് ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്.
ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, ഇതൊക്കെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അടുത്ത നമുക്കിതിൽ അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. എപ്പോഴും മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനീ ഉണ്ടാക്കുന്ന ബിരിയാണിയെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇപ്പം പെട്ടെന്ന് വീട്ടിൽ നമുക്കിപ്പോ ഇതുപോലെ ഒരു ചെമ്മീനൊക്കെ കിട്ടി, അല്ലെ മുൻകൂട്ടി നിശ്ചയിക്കാണ്ട് നമ്മളൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കും അല്ലെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ കുറച്ച് ചില സാധനങ്ങളുടെ പോരായ്മകളൊക്കെ ഉണ്ടാവും. ഞാനിതുപോലെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇന്നലെ ചെമ്മീൻ കിട്ടിയത് കൊണ്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് ചില സാധനങ്ങളുടെ പോരായ്മകളൊക്കെ ഈ ബിരിയാണിയിൽ ഉണ്ടാവും കേട്ടോ. നമുക്കിതിലേക്ക് നേരത്തെ വെച്ച ഈ കുറച്ച് ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. ഇനി നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം. ചോറാവുമ്പോഴേക്കും നമുക്ക് ചെമ്മീൻ മസാല ഉണ്ടാക്കാം. ചട്ടി ചൂടായി വന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുറിച്ചിട്ട് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അടുത്ത തക്കാളി ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഉള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് വാടി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളിയും തക്കാളിയും കുറച്ച് വാടിയിട്ടുണ്ട്. ഇത്രയും കൂടി നല്ലോണം ഒന്ന് വാടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല അത്യാവശ്യം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇതൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മള് ചെമ്മീൻ ഇതിലിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. നേരത്തെ ഉള്ളി വാട്ടി വെച്ചിരുന്നു കുറച്ച് ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് ഇതിൽ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് മൂടി വെക്കാം. വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ മസാല, ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് മിക്സ് ചെയ്യാം. ചോറും മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയും ചോറും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രം എടുത്ത് ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ചോറും കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇതൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണക്കുണ്ട്. എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നമ്മൾ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി. നമ്മളങ്ങനെ പ്രൊഫഷണൽ കുക്കൊന്നുമല്ലല്ലോ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.